ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓടി വായോ, നമുക്ക് കുറച്ച് വട്ടമിട്ട് പഠിക്കാം. ഞാനിത് എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ മിട്ടു ഇവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് പഠിച്ചതാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇതും ഒരു സെൻറ്റാങ്കിൾ ആർട്ടാണ്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം ഇതുപോലെ റഫായിട്ട് കുറച്ച് സർക്കിൾ വരയ്ക്കുക. അതിനുള്ളിലേക്ക് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ രീതിയിൽ കുറച്ച് ലൈൻസ് വരയ്ക്കാം. വൃത്തിയായിട്ട് വരയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഈ ലൈൻസ് എല്ലാം വരച്ച് ആ സർക്കിൾ ഫില്ല് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിനൊരു പൂവിൻ്റെയൊക്കെ ഒരു ലുക്ക് വരും, ഒരു റോസ് ഫ്ലവറിൻ്റെ ലുക്ക് വരും. എനിക്ക് പിന്നെ വരയ്ക്കാൻ അത്ര കഴിവില്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ ആയിപ്പോയത്. അത് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ലീഫ് വരയ്ക്കുക. അപ്പോഴേക്കും എൻ്റെ മിട്ട് ഉറങ്ങിയിരുന്നു കേട്ടോ. ഞാൻ ഇവളിതെന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നിരുന്നു. പാവം ഉറങ്ങിപ്പോയി. കുറേ നേരം ആ സ്കെച്ച് പെന്നൊക്കെ എടുത്തിട്ട് തട്ടിക്കളിക്കുകയൊക്കെ ആയിരുന്നു പുള്ളിക്കാരി. എന്തായാലും നോക്കിയിരുന്ന് ബോറടിച്ച് അവൾ അവിടെ ഇരുന്ന് ഉറങ്ങി. ഞാൻ പിന്നെ എൻ്റെ വർക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. കുറേയൊക്കെ നമുക്കിത് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് മെൻ്റലി ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇത് നിങ്ങളോടൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ പറയുന്നത്. നമ്മുടെ ഒരുപാട് ഓവർ തിങ്കിങ്ങും ടെൻഷനൊക്കെ വിട്ടിട്ട് നമുക്ക് ഇതിൽ തന്നെ നമ്മുടെ മൈൻഡിന് ഒരു കോൺസെൻട്രേഷനൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു ആർട്ട് കൂടിയാണിത്. അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് തീർക്കാനായിട്ട് കുറച്ചധികം സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. പിന്നെ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിനായിട്ട് ജസ്റ്റ് ഇത് അങ്ങനെ ഒന്ന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ ഒന്ന് കളർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ച് കളർ ചെയ്യാവുന്നതാണ്. ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.